എന്തെങ്കിലും എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീടിൻ്റെ ഉമ്മർത്ത് നിന്ന് വീഡിയോ ഇൻട്രോ എടുക്കാൻ എന്തൊരു സുഖം എന്നറിയാം, എന്തൊരു സമാധാനം എന്നറിയാം, വേറൊരു ഫീൽ ഇട്ടാ. ഇന്ന് നമ്മൾ ആക്ച്വലി ഡെക്കാത്തലോണിൽ നിന്ന് ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് ഇതുവരെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഷോപ്പിംഗ് ഞാൻ നടത്തിയിട്ടുണ്ടാവില്ല കേട്ടോ. എൻ്റെ ഓർമ്മ ശരിയാണ്, ഓർമ്മയല്ല, എന്തായാലും ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷോപ്പിംഗ് ഞാൻ നടത്തിയിട്ടില്ല ഡെക്കാത്തലോണിൽ നിന്ന്. ഇന്ന് നമ്മൾ ആ ഒരു ഡെക്കാത്തലോണിൽ നിന്ന് വലിയൊരു ഷോപ്പിംഗ് നടത്താൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കൊടൈക്കനാൽ കൊണ്ടുപോയ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സത്യം പറയാലോ, നല്ല രസമുണ്ട് കേട്ടോ ഇപ്പോൾ ഓടിക്കാൻ വേണ്ടിയിട്ട്, നല്ല മൂവ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട്, യാത്ര പോകുമ്പോൾ ടയർ നമ്മൾ ഇത് ഇടണം കേട്ടോ. അടിപൊളിയാണ് ട്രിപ്പ് പോകാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മറ്റേ ടയർ ഓഫ് റോഡ് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ ഇടാറുള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ സൈക്കിളിൻ്റെ ഇനി നമുക്ക് ഇതും തൊട്ടത് ഇവിടെ കളറൊക്കെ കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സൈക്കിൾ ഒന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണം, കാരണം അടുത്ത ഒരു ട്രിപ്പ് വരുന്നുണ്ട്, ഓഫ് റോഡ് ട്രിപ്പ്, റേസ് ഒരെണ്ണം വരുന്നുണ്ട്, അതിന് പങ്കെടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇപ്പോൾ ആക്ച്വലി എന്താ സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ പോണത്, നമുക്ക് ഇതൊന്ന് ചെക്കപ്പിന് കൊണ്ടുപോകണം. മെയിനായിട്ട് ഇതൊന്ന് ചെയ്യണം കേട്ടോ. അപ്പോൾ ചെക്കപ്പിന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എവിടെയാണ് കൊണ്ടുപോകാറുള്ളത്, ബൈക്ക് ഷോപ്പിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത്, വിപിൻചാൻ്റെ അടുത്ത് തന്നെയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ഒന്ന് ദർശനം വാങ്ങണം ആളുടെ നിന്ന് സൈക്കിൾ അടുത്ത ട്രിപ്പിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരെ നമുക്ക് ഡെക്കാത്തലോണിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ കൊടൈക്കനാൽ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഉണ്ടായിരുന്നു കൊടൈക്കനാൽ ട്രിപ്പ്, നിങ്ങൾ റേറ്റ് ചെയ്യുക. ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കും മൊത്തത്തിൽ ട്രിപ്പ് ഉണ്ടാകും. അല്ല 5-6 എപ്പിസോഡും ഫുള്ള് കണ്ടിട്ടുള്ളവരാണെങ്കിൽ, അല്ലെങ്കിൽ 1-2 വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടാണ് നമുക്ക് പ്രചോദനമാവണം കേട്ടോ. അപ്പോൾ അത് കമൻറ്റ് ചെയ്യുക. നേരെ നമുക്ക് വിപിൻചാൻ്റെ ബൈക്ക് ഷോപ്പിലേക്ക് പോകാം കേട്ടോ. അങ്ങനെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും ബൈക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സർവീസ് ബുക്ക് ചെയ്യാനൊക്കെ അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ ബൈക്ക് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്, കുറച്ച് നാളായിട്ടുണ്ട്. ഞാനൊരു ബോൾട്ടോറിയത്തിൽ നിന്ന് ഒരു ബോൾട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പിനെക്കാട്ടും മുന്നേ ഞാനിവിടെ കൊണ്ടുവന്ന് ഒന്ന് ചെയ്യാറുണ്ട്, ഒന്ന് അനുഗ്രഹം വാങ്ങിക്കാറുണ്ട് കേട്ടോ സൈക്കിളിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. പ്ലസ് എപ്പോഴും അഴിക്കലായതുകൊണ്ട് ഞാനൊരു ബോൾട്ട് വാങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഈ ബോൾട്ടാണ്, ഇവിടുത്തെ ബോൾട്ടില്ലേ, ഇത് നമ്മളന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ സാധനം എക്സ്ട്രാ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാ അപ്പോൾ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയില്ല, ഞാൻ എപ്പോഴും അഴിക്കലാണ്. ഇനിയിപ്പോൾ ഇത് വീണ്ടും കൊണ്ടുപോയിട്ട് അഴിക്കാനുള്ളതാണ് കേട്ടോ, ബാഗിലാക്കാനുള്ളതാണ്. അപ്പോൾ ബോൾട്ടോറിയത്തിന് എക്സ്ട്രാ ഒരു ബോൾട്ട് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്രണ്ടിൽ ബ്രേക്ക് കുറച്ച് കുറവുണ്ടോ അതൊന്ന് ലൈക്ക് ഇവാലുവേറ്റ് ചെയ്യണം, എന്താണ് കുറവ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ സ്കൂൾ വിട്ടതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. 7th സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഈ കട വരണത് കേട്ടോ. ഓരോന്ന് തീരുമ്പോൾ ഓരോരോ പണികൾ ഗൈസ്. എന്തായാലും നോക്കട്ടെ കേട്ടോ എന്താ അവസ്ഥ. അപ്പോൾ നമ്മളിത് ഡെക്കാത്തലോണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ലിസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ഒന്ന് സൈക്കിളിൻ്റെ സ്റ്റെമ്മ് മാറ്റണം, അത് ഇവിടെ നിന്ന് വാങ്ങണം. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ഹെൽമെറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടയർ ലിവർ ഞാൻ വാങ്ങുന്നുണ്ട്. പിന്നെ ഒരു സൈക്കിളില്ല ടയർ ലിവർ. അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാ, ഒരു പമ്പ് വാങ്ങണം, ഒരു പമ്പ്. പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ഹെൽമെറ്റ്, പമ്പ്, പിന്നെ ടയർ ലിവർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ. എന്തായാലും ഒരു 10,000 രൂപയ്ക്ക് മേലെ പോകുമെന്ന് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. കാരണം ഇനി വരുന്ന വലിയ റൈഡുകൾക്ക് അത് ഉപകാരപ്പെടും കേട്ടോ. കഴിഞ്ഞ മുന്നത്തെ ആക്സിഡൻറ്റിനോട് കണ്ടോടുകൂടി ചെറിയൊരു ക്രാക്കാണ് ജിറോയുടെ ഹെൽമെറ്റും ഉള്ളത്. എന്നാലും ചെറിയൊരു പേടി, അത് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, അറിയില്ല. 2,500-3,000 രൂപയുടെ ഉള്ളിലൊരു ഹെൽമെറ്റ് നോക്കണം. അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ തുറക്കൂ സീസേ. കാലത്ത് തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സമാധാനമായിട്ട്, അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വലിയൊരു ഉപകാരമാണ് കേട്ടോ. അല്ലെങ്കിൽ ഫുള്ള് തിരക്കും, നല്ല തിരക്കൊക്കെ. ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലത്താകുമ്പോൾ വലിയ ഇതുണ്ടാവില്ല. അപ്പോൾ ദേ സൈക്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ആൾക്കാരൊന്നും കാണാനില്ല, അവരൊന്നും ഇല്ലയെന്ന് കൊണ്ടിട്ട് ഇവിടെ. ഏത് ഷിഫ്റ്റാണോ? എന്തായാലും നമുക്ക് ഇതാണ് വേണ്ടത്, ഹെൽമെറ്റിൻ്റെ സെക്ഷൻ. ഹായ്, എന്തൊക്കെയുണ്ട്? ഞാൻ ആദ്യം വന്നപ്പോൾ കണ്ടില്ല. എനിക്കൊന്നുമില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് ഹെൽമെറ്റ് ഒന്ന് സജസ്റ്റ് ചെയ്യണം, ഏതാ നല്ലതെന്ന്. എൻ്റെ വേറൊരു ഇതിൻ്റെ ആയിരുന്നു, ജിറോൻ്റെ ആയിരുന്നു. അപ്പോൾ അതിൽ ചെറിയൊരു ഇത് വന്നു, വിടവ് വന്നിട്ടുണ്ട്. ഒരു പേടി, ചെറിയൊരു റേസ് ഉണ്ട് എടുത്തത് വട്ടം. അപ്പോൾ ഇതിലിപ്പോൾ ലാർജ് വേണ്ടാന്നുണ്ട്. ഞാൻ വെച്ച് നോക്കി, എനിക്കിതിന്റെ വ്യത്യാസങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഇത് ബേസ് മോഡലാണോ ഹെൽമെറ്റ്? ഇത് ബേസ് മോഡലാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന മോഡല്. ഓക്കെ. ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ടർ ലൈന് മോൾഡഡ് അല്ല, ഒരു പ്ലാസ്റ്റിക് ലേയേഴ്സ് ആണ് വരുന്നത്. ഇത് മോൾഡഡ് അല്ല വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിന്റെ ഉള്ളിലുള്ളത് ഒരു വെൽക്രോ സ്റ്റൈലിലാണ് വരുന്നത്. ഇത് ഡിറ്റാച്ചബിൾ ആണ്, വാഷ് ചെയ്യാം. ഓവർ പീരീഡ് കഴിയുമ്പോൾ ഇത് ഇതായി പോകും. അത് വേണ്ട, ബേസ് മോഡൽ വേണ്ട. എനിക്ക് കുറച്ചുകൂടി
നല്ല രീതിയിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ബേസിൽ പോകുന്ന ഒരു മെറ്റീരിയൽ ഇതാണ്. സോ ഹെഡ് ഫിറ്റ് ആണെന്നുണ്ടെങ്കിലും ഉള്ളിലുള്ള മെറ്റീരിയൽസിന്റെ ഇൻബിൽഡിംഗ് ക്വാളിറ്റി ഫോം ആണ്. അതിൽ ഓൾറെഡി സ്റ്റിക്കിനാണ്. നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ഈ ഫ്രണ്ട് പോർഷൻ മാത്രം പറിച്ചെടുത്ത് വാഷ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിൻ്റെതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. വാഷ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നശിഞ്ഞു പോവില്ല. അതേപോലെ തന്നെ ഇതിന്റെ ഫിറ്റിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡിനെ കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. എനിക്ക് മീഡിയം മതി. ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മീഡിയം ഫിറ്റ് ആയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഏതാ പറഞ്ഞ ഇതിന്റെ ബഡ്ജറ്റ് 2599 അല്ലേ? പിന്നെ ഈ സാധനം ഇതൊക്കെ 1500 വരുന്നത് 1500 വരുന്നത്. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സ്ട്രെയിറ്റ് പോർഷൻ ആണ്. അപ്പൊ ഇത് വൈസർ ഡിറ്റാച്ചബിൾ അല്ല. നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ വൈസർ ഡിറ്റാച്ച് ചെയ്യാനുള്ള ഒരു പോർഷൻ ഉണ്ട്. ചെറിയ ലോങ് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുമോ? അത് പറ്റും. എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ? ഇത് നമുക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്യാം. ഓ അപ്പൊ ഇതുപോലെ അപ്പൊ റോഡ് ബൈക്കും ഒരു ബേസ് ലെവലിൽ വെച്ചിട്ട് റോഡ് ബൈക്ക് യൂസ് ചെയ്യാം. കൊള്ളാട്ടോ, അതെനിക്ക് അറിയില്ലായിരുന്നു. പുതിയ അറിവാണ്. ഡിറ്റാച്ച് ചെയ്യാൻ പറ്റൂല. അത് ക്ലിപ്പ് അമർന്നിരുന്നോളൂ. അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതിന് 2600 വരുന്നുണ്ട് അല്ലേ? ഇതെന്നിട്ട് ലാസ്റ്റ് 2 hours. എനിക്ക് വേറൊരു 2 hours ലാസ്റ്റിംഗ് 2 hours ഡിസൈൻഡ് ഫോർ ബൈക്ക് റൈഡ് ലാസ്റ്റിംഗ് 2 hours. ഒരു ബേസിക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു. എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്. ഓക്കെ. പിന്നെ വെന്റിലേഷൻ ചാനൽസിന്റെ നമ്പർ ഓഫ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഞാൻ വെച്ച് നോക്കി, എനിക്ക് സാധനം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി കളറാവില്ല. ലൈറ്റും കാര്യങ്ങളൊന്നും കുറച്ചുകൂടി വിസിബിലിറ്റിക്ക് ഇതല്ല നല്ലത്. കുറച്ചുകൂടി വിസിബിലിറ്റിക്ക് ഈ സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ 2600 രൂപ. ഇതൊരെണ്ണം പോരട്ടെ. പിന്നെ എനിക്കൊരു അസിസ്റ്റൻസ് വേണ്ടത് പമ്പ് ഒരെണ്ണം വേണം. ട്രാവൽ ചെയ്യുമ്പോൾ ഞാനൊരു പമ്പ് കൊണ്ടുപോകാറുണ്ട്. ഹാൻഡ് പമ്പാണ്. അത് വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഒരു ഹാൻഡ് പമ്പ് വേണ്ട, ഫ്ലോർ പമ്പ് ഒരെണ്ണം വേണം. അത് MTBക്ക് സജസ്റ്റ് ചെയ്യാവുന്നത് സജസ്റ്റ് ചെയ്യാവുന്ന വേർഷൻ എന്ന് പറയണമെങ്കിൽ ഈ 2 പമ്പും അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നതാണ്. ഇതിപ്പോ 2500 രൂപ വരുന്ന സാധനമാണ്. ഇപ്പൊ 2000 രൂപയ്ക്ക് ഓഫറിലുണ്ട്. ഇത് ഓഫറിൽ എടുക്കേണ്ടത്. ഞാൻ വിചാരിച്ചു ദൈവമേ ഇതുമ്പോ 4000 കണ്ടപ്പോ അല്ലേ? അപ്പൊ ഇത് മതി. ഇപ്പൊ 2000 രൂപയുള്ളൂ. ഇതില് 10 ബാർ ഉണ്ട്. 145 PSI വരെ അതിന്റെ കപ്പാസിറ്റിയും വരുന്നുണ്ട്. നമുക്ക് പ്രസ്റ്റ സ്റ്റാർട്ടർ സെപ്പറേറ്റ് ആയിട്ട് 2 വാൽവ് ഉണ്ടാവും. ഇത് മാറ്റിയിടണം. ഇത് മതി കേട്ടോ. എനിക്ക് പണിയാണ്. ഇത് ഇതാണല്ലേ? അപ്പൊ ഇത് 2000 വരുന്നുള്ളൂ അല്ലേ? 3000. ഓ കുറച്ച്. ഇതിന് വാറണ്ടി ഇതുകളും കാര്യം 2 വർഷമുണ്ട്. അത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ പ്രഷർ കേജ് മീറ്റർ പ്രോപ്പർ അല്ല, അതല്ലാത്ത രീതിയിൽ ഇതിന്റെ ഫംഗ്ഷനിങ് കാര്യങ്ങള് അതിനൊക്കെ വരുന്നുണ്ട്. ഇൻ കേസ് തേയ്മാനം വന്നിട്ട് ബക്കിള് പോവുകയാണെന്നുണ്ടെങ്കിൽ വരില്ല. അതിനനുസരിച്ച് നമുക്ക് സ്പെയർ ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. ഈ സ്പെയർ ഞാൻ വാങ്ങിയിട്ടുള്ളതാട്ടെ. ഞാനൊരു സൂത്രപ്പണിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണത്. അപ്പൊ ഇത് എടുത്തോ. ഇത് 2000 അല്ലേ വരണേ? ഇത് എടുത്തോ. പിന്നെ എനിക്ക് ടയർ ലിവർ വേണം. ഈ സാധനം മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് അതും വേണം. വേറെ പ്രത്യേകിച്ചൊന്നും. മൾട്ടി ടൂൾ ഈ സാധനം ഇതിന് വല്ല വാറണ്ടി ഉണ്ട്? എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരെണ്ണം പൊട്ടിപ്പോയി. ഞാനത് ഓവർ പ്രഷർ കൊടുത്തപ്പോൾ ഒന്ന് ചവിട്ടിയിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയതാ. ഇത് പൊട്ടിപ്പോയി. അപ്പോൾ അത് 1 വർഷത്തിന് മേലേക്ക് ആയിണ്ടാവണം. എൻ്റെ കയ്യിൽ ഇതും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ നല്ലത് കൊണ്ടുവന്ന് കാട്ടിത്തരാം. സാധനം പെട്ടെന്ന് ചവിട്ടിയപ്പോൾ. അപ്പോൾ ഈ 3 സാധനങ്ങളാണ് എനിക്ക് പർച്ചേസ് ചെയ്യാനുള്ളത്. അതെന്തായാലും മസ്റ്റായിട്ട് വേണം. മറ്റേ ആക്സിഡൻറ്റ് കൂടെ ഉണ്ടായപ്പോൾ ഞാൻ എന്തായാലും ഹെൽമെറ്റ് മാറ്റാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി ടയർ ലിവറും വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ലൈറ്റ്സ് ഒക്കെ ഉണ്ടോ? ലൈറ്റ്സ് നമ്മൾ രാത്രി റൈഡ് ഇല്ല. എന്നാലും പിന്നെ ലൈറ്റ്സ് ഞാൻ അങ്ങനെ നോക്കാറില്ല ലൈറ്റ്സ്. അപ്പോൾ അത് രണ്ടും കൺഫേം ആണ്. പിന്നെ ഒരു ടയർ ലിവറും അതെടുക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് ആലോചിക്കട്ടെ. ബോട്ടിൽസ് എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് കൊണ്ടുവരണം. ഇപ്പോഴാണ് കേട്ടോ ഓർമ്മ കിട്ടിയത്. ഫോൺ എടുത്തപ്പോൾ ഓർമ്മ വന്നത്. സ്റ്റെമ്മ് നമ്മുടെ MTBയുടെ സ്റ്റെമ്മിൽ ഊരലഴിക്കലായിട്ട് കുറച്ച് പണിയായിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. 1500 രൂപയാണ്. 1500 രൂപ ക്ലിയറൻസ് സെയിൽ കിടക്കുന്നുണ്ട് കേട്ടോ. തൃശ്ശൂരില്ല, കളമശ്ശേരിയിലുള്ളൂ എന്നാണ് പറയണത്. അപ്പോൾ കളമശ്ശേരിയിൽ പോയി എടുക്കേണ്ടി വരും. കാരണം അടുത്ത ട്രിപ്പ് കുറച്ച് ഹെവിയാണ്. അതുപോലെ തന്നെ ഒരു റേസും ഞാൻ പങ്കെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ കളമശ്ശേരിയിൽ മാത്രമേ ഉള്ളൂ. തൃശ്ശൂരില്ല, വൈറ്റിലയിലില്ല, പെരിന്തൽമണ്ണയില്ല, കളമശ്ശേരി മാത്രമല്ല. അപ്പോൾ കളമശ്ശേരിയിൽ ഞാൻ ആ സാധനം അതാണ് 4ാമത്തെ സാധനം കേട്ടോ. ഞാനിങ്ങനെ കുറേ ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. 4 സാധനങ്ങളുണ്ട്, ഏതാണെന്ന് ഒരു ഓർമ്മ കിട്ടണില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ അതായിരുന്നു സംഭവം. സ്റ്റെമ്മ്. പിന്നെ സൈക്കിളുകൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ കുറേ സൈക്കിളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫറുള്ളത്
നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ എന്തൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളത്. പിന്നെ എനിക്ക് ആ ഒരു സീറ്റ് പോസ്റ്റുമ വയ്ക്കുന്ന ഒരു സാധനം വാങ്ങണട്ടോ. അത് ഇപ്പോഴല്ല, അതിൻ്റെ ഇപ്പോൾ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ സൈക്കിളുകളും ഇവിടെ ഉണ്ട്, നോക്കട്ടെ. ഇതാണ് സാധനം കേട്ടോ, ഈ സാധനം. ഇത് MTBമ വയ്ക്കാൻ പറ്റും കേട്ടോ. ഈ സാധനം കണ്ടോ, ഈ സാധനം ഇതിൻ്റെ വില എത്രയാണാവോ? 10 കിലോ താങ്ങുന്ന പറഞ്ഞത്. സൈഡിൽ പാനിയറായിട്ട് ഈ ഇതുമ്മയ്ക്ക് കണക്ഷൻ ഇല്ല ഈ സാധനം. അപ്പോൾ അത് നേരെ സീറ്റ് പോസ്റ്റുമേ കണക്ട് ചെയ്തിരിക്കണേ. അത് നോക്കണം. ഇതിപ്പോൾ വേണ്ട, എന്തായാലും നോക്കി നോക്കാം. അതിൻ്റെ വില ചോദിച്ചു നോക്കാം കേട്ടോ. അതിൻ്റെ വില എങ്ങനെയാണ് വരണത്? സീറ്റ് പോസ്റ്റുമേ എൻ്റെ ബാക്കിൽ വയ്ക്കണം, ആ റേഞ്ചിൽ വരുന്നത് അല്ലേ. എന്തായാലും ഇപ്പോൾ വേണ്ട, അത് ഭാവിയിൽ ആവശ്യം വരും നമ്മുടെ ആ ഒരു വലിയ യാത്രയ്ക്ക്. അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങൾ ഞാൻ ഡീലിട്ട് അത് കളമശ്ശേരിയിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ നോക്കണം. അതൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പർച്ചേസിങ് തീർന്നു കേട്ടോ. ഞാൻ കാട്ടിത്തരാം വീട്ടിലെത്തിയിട്ട് എന്തൊക്കെയോ വാങ്ങിയെന്നുള്ളത്. ഗൈസ് പിന്നൊരു അപ്ഡേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോൾ റേസിന് പോകണമെന്ന് പറഞ്ഞില്ലേ, ആ റേസ് ഇറങ്ങണത് ചിലപ്പോൾ 540 കേട്ടോ. 540 എടുക്കാൻ 29,000 രൂപ പ്രൈസ് റെഡ്യൂസ് ആയിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ 540 ഞാൻ റേസ് ഇറങ്ങുന്നുണ്ടാവുക. കിട്ടിയിട്ടില്ല, കൺഫേം ആയിട്ടില്ല. ഞാൻ എന്തായാലും വരും വ്ളോഗുകളിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കൂടി ഉണ്ട്, ഒന്ന് മനസ്സിൽ വെച്ചോളൂ. 540 കിട്ടുന്നതായിരിക്കും. ഗൈസ് ഇതാണ് കേട്ടോ ആ സാധനം വരുന്നത്. എൻ്റെ കയ്യിൽ മുന്നൊരു ചാത്തൻ സാധനം ഉണ്ടായിരുന്നു, അത് ഭയങ്കര പൊട്ടി പോണതായിരുന്നു കേട്ടോ. അപ്പോൾ ഏറ്റവും ക്വാളിറ്റി സാധനമാണ്. 3 എണ്ണമാണ് ഈ പാക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് എത്രയാണോ 200 എത്രയാണ് ഇതിൽ, പക്ഷേ 450 രൂപയാണ് എഴുതണത്. എന്തായാലും ബില്ല് വരുമ്പോൾ അറിയാം. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇതാണ് നമ്മൾ ജിറോൻ്റെ നമ്മൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞത്. ഈ ഭാഗത്ത് കണ്ടോ നിങ്ങൾ, ചെറിയൊരു വിടവ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ആ ഒരു ഓട്ടയല്ല, അതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു വിടവ് ഉണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ കണ്ട. അപ്പോൾ ഇത് ഓക്കെയാണ്, ഇതുവരെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഈ ഒരു വിടവ് കാരണമാണ് കേട്ടോ ഞാൻ ചെറിയൊരു ക്രാക്ക്, ആ ക്രാക്ക് ആക്ച്വലി ഇവിടം വരെ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇവിടെ കണ്ട ഈ ഒരു ക്രാക്ക് ഇവിടം വരെ പോയിട്ടുണ്ട്. ഈ ഒരു എൻ്റയർ വെൻറ്റിലേഷൻ്റെ അവിടം വരെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മുന്നേ പണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നതാണ്. നമ്മൾ ഓരോ ലെവൽ കഴിയുമ്പോഴും അപ്ഗ്രേഡ് ചെയ്ത് വരുന്നുള്ളൂ. നമ്മൾ എപ്പോഴും ഒരേ ലെവലിൽ തന്നെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ സ്റ്റൈല് ഇതായിരിക്കും കേട്ടോ, ഈ ഹെൽമെറ്റ് ആയിരിക്കും. അപ്പോൾ റോട്ടിൽ കൂടെ ആരെങ്കിലും ഈ ഹെൽമെറ്റ് വെച്ച് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ജോൽ ജോഷിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും തിരിച്ചറിഞ്ഞ് വന്നോളൂ കേട്ടോ. ഇനി ഈ കളറായിരിക്കും കേട്ടോ ഹെൽമെറ്റ്. കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ടാവുമല്ലോ. ഇപ്പോൾ രാത്രി റൈഡിങ് ഇല്ല, എന്നാലും കുറച്ചുകൂടി വിസിബിലിറ്റി ഈ സാധനത്തിന് ഉണ്ടാവുന്നത് കൊണ്ട് പിന്നെ കറുപ്പൊക്കെ ആകുമ്പോൾ നല്ലോണം ചൂട് വലിച്ചെടുക്കട്ടെ. ഇതാകുമ്പോൾ അത്രയ്ക്ക് ഇതുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. കൊള്ളോ, ഭംഗിയുണ്ടോ? ലുക്കും ഒരു പ്രാധാന്യമാണല്ലോ, സേഫ്റ്റിക്ക് ഉപരി. സേഫ്റ്റിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി, എന്നാലും ലുക്ക് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഹെൽമെറ്റ്. പിന്നെ പമ്പ് എടുത്തിട്ടുണ്ട്. 4750 രൂപയുണ്ട് ടോട്ടൽ ബില്ല് വന്നത്. പിന്നെ റോഡ് പമ്പാണ്. ഇതിന് PSI കൂടുതൽ അടിക്കാമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. ഇത് ശരിക്കും വേണ്ട, MTBക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിലുള്ളപ്പോൾ എനിക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ടയർ ഇപ്പോൾ സൈക്കിളിൽ അതിൻ്റെ മാറ്റിയിടണം എനിക്ക്. ടയർ ഇപ്പോൾ റേസിനും അതുപോലെ തന്നെ അടുത്ത ഓഫ് റോഡ് ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി മാറ്റിയിടണം. അപ്പോൾ അതും നമ്മൾ ആ ഹാൻഡ് പമ്പിൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടയേർഡാവും കേട്ടോ. അപ്പോൾ വീട്ടിലുണ്ടാകുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പമ്പ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതിന് നേരത്തെ പറഞ്ഞാൽ വിലയും കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ, 2000 രൂപയാണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ വില. ഇപ്പോൾ വെച്ചിരിക്കുന്ന ഹെൽമെറ്റിനും 2500. പിന്നെ ടയർ ലിവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡെക്കാത്തലോണ്ട്. അത് പെഡൽ ഊരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചവിട്ടിയതാണ്. കണ്ട ഈ ഭാഗം പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ പെഡൽ ഊരാൻ കുറച്ച് പണിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കണം അവരുടെ അടുത്ത്. വഴിയൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ചോദിക്കാമല്ലോ. പോയൊരു വാക്ക് കിട്ടിയൊരു പുതിയൊരു ഇത് അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് പരിപാടിയും കാര്യങ്ങളൊന്നുമില്ല. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗുകൾ വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ വീഡിയോസും കൂടുതൽ യാത്രകളും ചെയ്യാനും എന്നെ പ്രചോദിപ്പിക്കുന്നത്. കുറച്ച് അച്ചിട്ട ഭാഷയായി, എന്നാലും ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ് കേട്ടോ, സത്യമാണ്, ഉള്ള കാര്യമാണ് കേട്ടോ. പല വ്ളോഗിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. ഇങ്ങനെ ഒരു പ്രാന്തൻ സൈക്കിളും കൊണ്ട് നടക്കുന്നുണ്ടെന്നുള്ളത്. അടുത്തൊരു കിടിലൻ വ്ളോഗായിട്ട് കാണാൻ ഗൈസ്. ടിൽ ദെൻ താടിയുടെ രോമം അവിടെ പെട്ട്. അപ്പോൾ ബൈ.